തണ്ണിമത്തൻ കൃഷിയിലേക്കുള്ള വിത്ത് എങ്ങനെ മുളപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സുഹൃത്ത് ഇബ്രാഹിം ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാൻ പോവാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഡ്രൈ ആണ്. 98 സോളം ഉണ്ടാവുക, 98 വിത്ത് പോകും. കമ്പോസ് ചെയ്ത ചകിരിച്ചോറ് നല്ല ഷോപ്പിൽ നിന്ന് വിത്തൊക്കെ മുളപ്പിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കുക. ഇപ്പൊ അത്യാവശ്യം നനപ്പെട്ട് ഇത് നനക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഇതിലിപ്പോ അവര് സൂഡോമോൺസും പെർലറ്റും വെർമിക്കുലേറ്റ് ഒക്കെ മിക്സ് ആക്കി വന്നോണ്ട് നമുക്കിപ്പോ വേറെ മിക്സ് ആക്കേണ്ട ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ആക്കി കൊടുക്കണം. ഈ വേരിന്റെ റൂട്ടൊക്കെ കറക്റ്റ് ആയി പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാ. അപ്പോൾ ഒരു ട്രൈ എടുത്തതിന് ശേഷം ഈ ചകിരിച്ചോറ് എടുക്കുക. ചകിരിച്ചോറ് എടുത്തിട്ട് ഈ ട്രൈയിൽ ഇങ്ങനെ നടക്കുക. മൊത്തമായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക. മൊത്തമായിട്ട് ഈ കുഴി ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിട്ട് വടിച്ച് കളയാം. ഇതിലൊരു 4 ട്രൈ എടുക്കുക. ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോള് കറക്റ്റ് ആക്കിയിട്ട് ഈ ഹോള് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ചെറിയ പ്രസ് ചെയ്ത് ചെറിയൊരു കുഴിയാവും. നമ്മൾ വിത്ത് പൊട്ടിക്കാൻ പോവുകയാണ്. ഇറാനിൻ്റെ വിത്താണ്. ഇത് മെലഡി എന്ന് പറഞ്ഞ സീഡാണ്. ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത സീഡാണ്. ഇതാണ് സീഡ് വരിക. ഈ വിത്ത് എടുത്തിട്ട് ഈ മോന ഉണ്ടല്ലോ, ഈ മോന താഴത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. സെൻട്രലായിട്ട് സാധാരണ മുകൾക്കല്ല അല്ല, ട്രെയിലിടുമ്പോൾ മോന താഴത്തേക്ക് ആക്കി കൊടുക്കുക. ഈ മോന താഴത്തേക്ക് ആക്കിയിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് ഇട്ട് പോയാലും മുളക്കും. പക്ഷേ ഈ എൻഡിലൊക്കെ വന്നിട്ടേക്കാരും ചിലത് മുളക്കുക. അരൂകൊക്കെ പെട്ടാൽ പിന്നെ നമുക്ക് തൈ പറിക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് വരും. ഏറ്റവും ബെറ്റർ ഇങ്ങനെ ചെയ്യാണ്. മറ്റേ ചെലിക്ക് എങ്ങനെ ഇട്ടാലും ഇത് മുളക്കും. കറക്റ്റ് അതിന്റെ ലെവലിലും കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോനെ താഴേക്കാക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. വിത്തിടാന് ഒരുപാട് പേരുണ്ട്. അടുത്തായിട്ട് വിത്തിടുന്നത് ഷെജീർ. ഇപ്പൊ ചിലപ്പോ സമയത്താ നമ്മളിപ്പോ ഇങ്ങനെ താഴത്തേക്ക് കുത്തുന്നോണ്ട് ചിലവർക്ക് വല്ല അഭിപ്രായങ്ങളുണ്ടാവും. ഇതിങ്ങനെ ഡയറക്റ്റ് ഇട്ട് പോയാലും സാധനം മുളക്കും. പക്ഷെ ഈ ഡയറക്റ്റ് ഇട്ട് പോകുമ്പോൾ ചിലപ്പോൾ അരുകൊക്കെ ആകുമ്പോൾ തൈ എടുക്കുമ്പോൾ വലിക്കുമ്പോഴൊക്കെ ഒരു ചെറിയ പ്രശ്നം വരും. ഈ സമയത്ത് അത് വിത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ അതിന്റെ മേലെ ചകിരിച്ചോറ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എല്ലാ കുയിലൊന്ന് വിത്ത് പോവാത്ത രീതിയിൽ വിത്ത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കൊണ്ട് വടിച്ചു കൊടുക്കുക. ഇങ്ങനെ വടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓക്കെ ആവും. മാറ്റി വെച്ചതിൻ്റെ ശേഷം ഇനിയിപ്പോൾ അടുത്ത് ഒരു ട്രൈ എടുത്തതിൻ്റെ ശേഷം വിത്ത് മുളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഒറ്റ ഒരു 5-6 ട്രൈ വെച്ചു കൊടുക്കും. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലാക്കിയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഉള്ളിലൊരു ചൂട് കിട്ടുന്ന രീതിയിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചു. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കിയാൽ കാണാം വിത്ത് ഇങ്ങനെ പൊന്തി വരും മേലെ. അപ്പോൾ 2 ദിവസം നനക്കണ്ട, 2 ദിവസം ഒന്നും ചെയ്യണ്ട. അങ്ങനെ കവറിൽ കെട്ടിച്ചാൽ സമയം രാത്രി ആയിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ വന്ന് എങ്ങനെയാണ് വിത്ത് ഇടുക എന്നുള്ളതൊക്കെ കാണിച്ചു തന്നു പോയി. അതിനുശേഷം ഞാനും എന്റെ സഹോദരനും കൂടി കൂടിയിട്ട് പിന്നെ വൈഫിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെയാണ് നമ്മളെന്തത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേ. ഫൈനലി നമ്മൾ 1200 സീഡാണ് ഇന്ന് ട്രയൽ നമ്മൾ വിത്തിട്ടത്. ഇനി ബാക്കി രാവിലെ ചെയ്യാന്ന് വിചാരിച്ച് സീഡൊക്കെ ട്രയൽ കയറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കവർ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ ട്രേ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 6 ട്രേയും ഈ ഒരു കവറിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ശേഷം ഒരു 4 ട്രേ എടുത്തിട്ട് നേരെ ഇതിന് മുകളിൽ കമത്തി വെച്ച് കൊടുക്കുക. ഇനി ഈ കവർ ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വെക്കുക. ട്രേക്കകത്ത് വിത്ത് മുളപ്പിക്കുന്ന ഒരു രീതിയിൽ കവറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇതിന്റെ താഴേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉറുമ്പ് കയറാതിരിക്കാനും വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഗപ്പി വളർത്തിയിരുന്ന ട്രേ ആണിത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ വെള്ളം നിർത്തിയിട്ട് നമ്മുടെ ടേബിളിന്റെ കാലൊക്കെ അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഉറുമ്പ് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ രീതിയിൽ നമ്മളിതാ വിത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഓരോ വെറൈറ്റിയും ഇതുപോലെ നമ്മൾ റെഡി ആക്കണം. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.